ഇസ്രായേൽ ഇറാൻ യുദ്ധം 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാനിൽ നിന്നുള്ള തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി ഇന്ത്യ ആരംഭിച്ചു. 100 ഇന്ത്യൻ പൗരന്മാരുടെ ആദ്യ ബാച്ചാണ് അർമേനിയയിലേക്ക് കടന്നത്. പ്രധാന നഗരങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്നതിനിടെ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന കുറഞ്ഞത് 10,000 വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് സുരക്ഷിതമായ വഴിയൊരുക്കണമെന്ന ന്യൂഡൽഹിയുടെ അഭ്യർത്ഥനയ്ക്ക് ടെഹ്റാൻ മറുപടി നൽകിയതിനെ തുടർന്നാണിത്. ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് വ്യോമാതിർത്തി അടച്ചതിനാൽ വിദ്യാർത്ഥികൾക്ക് അസർബൈജാൻ, തുർക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാൻ കര അതിർത്തി ഉപയോഗിക്കാമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇന്ത്യൻ എംബസി എല്ലാ ഇന്ത്യക്കാർക്കും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വംശജർ എംബസിയുമായി സമ്പർക്കം പുലർത്താനും അനാവശ്യമായ സഞ്ചാരം ഒഴിവാക്കാനും അപ്ഡേറ്റുകൾക്കായി എംബസിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പിന്തുടരാനും ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേലിനെ തടയുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടതിനാൽ ഇറാൻ കൂടുതൽ വേദനാജനകമായ പ്രതികരണങ്ങൾ നടത്തുമെന്നാണ് പ്രസിഡന്റ് മസൂദ് പെഷെസ്കിയാൻ മുന്നറിയിപ്പ് നൽകിയത്.